ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് ചേനയൊന്ന് വറുത്ത് നോക്കാം. എനിക്ക് തോന്നുന്നത് ഇത് അധികമാരും ചെയ്ത് കാണില്ല എന്നാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ചേന മുറിച്ചെടുക്കാം. എനിക്കൊരു വലിയ ചേന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വളരെ കുറച്ച് ചേനയല്ലേ വാങ്ങുകയുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആൻറ്റി ഇതൊരു ഗിഫ്റ്റായിട്ട് തന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേനയൊന്ന് വറുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ മോൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് മുറിച്ചത്. അപ്പോൾ അവനത് ചെറിയ കഷ്ണങ്ങളാക്കി തന്നു. ഞാനിതിനി ഇതെങ്ങനെയാണ് വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ അതിൻ്റെ പുറത്തെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു കുറച്ച് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഞാൻ അല്പം നീളത്തിലാണ് അരിയണത്. നമുക്ക് കൈ കൊണ്ടാണെങ്കിൽ കത്തി കൊണ്ട് അരിയുമ്പോൾ അത് ഇതുപോലെ അരിയണം. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ചെറുതായിട്ട് അരിയാനായിട്ട് ഞാൻ ഏത്തക്ക ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു കട്ടറാണിത്. അപ്പോൾ അതുപയോഗിച്ച് ഞാൻ ഇത് അങ്ങ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏത്തക്ക ചിപ്സ് ഉണ്ടാക്കുന്ന പോലെ അത്രയും ചെറുതാക്കി നമ്മൾ അരിയരുത്, കുറച്ച് വലുതാക്കി വേണം അരിയാനായിട്ട്. ഇച്ചിരി തിക്നെസ് വേണം, ചെറിയൊരു തിക്നെസ്. നിങ്ങൾക്കത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതുപോലെയാണെന്ന്. ഇതുപോലെ ഒരല്പം തിക്നെസ്സിൽ അരിഞ്ഞെടുക്കുക. ഏത്തക്ക ചിപ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല നൈസായിട്ടാണല്ലോ ഇത് അരിഞ്ഞെടുക്കണേ. ഇത് അതിൽ അല്പം കൂടി കട്ടി കൂട്ടി നീളത്തിലാണ് അരിഞ്ഞത്. ഞാൻ 1-2 പീസ് അരിഞ്ഞപ്പോൾ അത് അല്പം വീതി കൂടിപ്പോയി. അപ്പോൾ അത് ഞാനൊന്ന് ചെറുതാക്കി എടുക്കുക. നമുക്കിത് കാണുമ്പോൾ ഏകദേശം ഒന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ കഷ്ണങ്ങളും അതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ വലിയ ചേന ആയതുകൊണ്ട് ഞാൻ കുറച്ച് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വറുത്ത് വെച്ചാൽ നമുക്ക് 2 ദിവസത്തേക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ ചേന മുഴുവൻ കംപ്ലീറ്റ് കഴുകി വാരി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാനതിലേക്ക് ഇനി അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഈ അളവുകളൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. അരിപ്പൊടി ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തട്ടിയപ്പോൾ അല്പം മൈദ പുറത്തേക്ക് പോകുന്നുണ്ട്, പൊടി അല്പം പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ആ ചേനയിൽ കംപ്ലീറ്റ് ഇതൊന്ന് കോട്ടാവത്തക്ക രീതിയിൽ കംപ്ലീറ്റ് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചേന പൊട്ടിപ്പോവരുത്. ഇത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇച്ചിരി നല്ലതുപോലെ എണ്ണ വേണ്ടി വരും അത് വറുക്കാനായിട്ട്. അറിയാമല്ലോ, നമ്മൾ ചിപ്സൊക്കെ ഉണ്ടാക്കുന്നവരാണല്ലോ എല്ലാവരും. അപ്പോൾ അത് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ചേന അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം, എണ്ണ നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ ചേന അതിലേക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ അതങ്ങ് തളർന്നു പോകും, ശരിക്കും അങ്ങ് പൊരിഞ്ഞങ്ങ് വരില്ല.
അല്പം മാറ്റി മാറ്റി വേണം ഇട്ട് കൊടുക്കാൻ. നമ്മുടെ കോൺഫ്ലോറും മൈദ ആയതുകൊണ്ട് അത് പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കും. എത്രയായാലും നമുക്ക് മുട്ടാതെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. മാക്സിമം അടർത്തി ഇട്ട് കൊടുക്കുക. ഒട്ടിപ്പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മളത് ഊറ്റിയെടുത്ത് കഴിയുമ്പോൾ, കോരിയെടുത്ത് കഴിയുമ്പോൾ അത് നമുക്ക് വിടർത്തിയെടുക്കാൻ പറ്റും. ഇപ്പം കണ്ടോ, ഇതുപോലെ നല്ല ഗോൾഡൻ നിറമായി കഴിഞ്ഞിട്ടാണ് നമുക്ക് കോരി എടുക്കാവുള്ളൂ. കാരണം നമ്മൾ ഇതിനകത്ത് റെഡ് ചില്ലി പൗഡറൊക്കെ ഉള്ളതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നല്ല കളർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് കോരി എടുത്തു കഴിഞ്ഞാൽ വെന്തിട്ടുണ്ടാവുമെന്ന് സംശയമാണ്. നല്ലതുപോലെ ബ്രൗൺ നിറമായിട്ട് നമ്മൾ പയ്യൊന്ന് ഒടിച്ച് നോക്കുമ്പോൾ അത് അങ്ങ് ഒടിഞ്ഞ് കിട്ടണം. അതുപോലെ ഉള്ള ഭാഗത്തിന് നമ്മൾ വറുത്ത് കോരിയെടുക്കുക. ഇതുപോലെ നമുക്കെല്ലാം കുറച്ച് 2-3 ബാച്ചായിട്ട് എനിക്കിടാനുണ്ട്. കാരണം അത്ര വലിയ ചേനയായിരുന്നല്ലോ. ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് വറുക്കാനായിട്ട്. നമുക്കിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. ഈ ചേന പതിവ് പോലെ ഒന്നും ഉണ്ടാക്കി അങ്ങനെ കഴിച്ച് നമ്മൾക്ക് ഒരു മടുപ്പാവുമ്പോൾ നമുക്കിതുപോലെ ഒരു വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് കുറിക്കാനായാലും ഇത് വളരെ രസകരമാണ്. പിന്നെ ചോറിനോടൊപ്പം വേണമെങ്കിൽ കഴിക്കാം. എങ്ങനെയായാലും ഇത് നല്ല രസകരമായിട്ട് ഒരു വിഭവമാണിത്. അപ്പോൾ നമ്മുടെ ചേന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കളർ കിട്ടും. കണ്ട, കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർത്തുകൊണ്ട് നല്ല കളർ ഇതിന് കിട്ടിയിട്ടുണ്ട്. നമ്മളത് പുറത്ത് വെച്ച് നല്ല 3-4 ദിവസം പുറത്തിരുന്നാലും ഒന്നും കേടാവില്ല. നമുക്ക് 2-3 ദിവസം കഴിക്കുകയും ചെയ്യാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.